നമസ്കാരം. എമ്പുരാൻ എന്ന വിവാദ സിനിമ റിലീസായതിനു ശേഷം ഏതാണ്ട് ഒളിവിൽ തന്നെയായിരുന്നു നടനും സംവിധായകനുമായ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാലും അത് തെറ്റില്ല. കാരണം ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ കേരള സർക്കാരിൻ്റെ ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി ക്യാമറയ്ക്ക് മുന്നിലെത്തി എന്നതൊഴിച്ചാൽ പൃഥ്വിരാജ് എന്ന നടൻ കഴിഞ്ഞ കുറേ നാളായിട്ട് ഏതാണ്ട് മാസങ്ങളായിട്ട് പൊതുവിടങ്ങളിലൊന്നും കാണാനില്ലായിരുന്നു. ഒരു ഓണത്തിന് പോലും വരുന്നതായിട്ട് കണ്ടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെതിരെ വലിയ ട്രോളുകളും മറ്റുമൊക്കെ നടന്നു. മാത്രമല്ല അയാൾ മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന കുറേ ഇൻ്റർവ്യൂവും മറ്റുമൊക്കെ ഉണ്ട്. അതായത് അറിയപ്പെടുന്ന സംവിധായകരുടെ അടുത്ത സിനിമയുടെ കഥ അറിയാം, അടുത്ത 10 സിനിമയുടെ കഥ അറിയാം, അതെന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തള്ളി മറിച്ച് വെച്ചിരുന്നു. അതൊക്കെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് ഇയാളെ ട്രോളി കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതാ അറബ് നാട്ടിൽ ഷാർജയിലൂടെ ഒരു പരിപാടിയിൽ വന്നിട്ട് ഒരു പ്രസ്താവന, ഒരു ഡയലോഗ് അടിച്ചിരിക്കുകയാണ്. ആടുജീവിതം എന്നത് മഹത്തായ സിനിമ തന്നെയായിരുന്നു. അത് അവാർഡിന് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും 10 പേർക്ക് മാർക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിനിമയല്ല, അതില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അത് അംഗീകരിക്കപ്പെട്ടു എന്ന തരത്തിലാണ് വലിയ ഡയലോഗ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മാന്യ അത് അവാർഡിനായിട്ട് അയച്ചത്? തനിക്കും തങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വാരിക്കൊക്കെ ഇരുന്ന് മാറിയിരുന്ന് മാർക്കറ്റ് കളിച്ചാൽ പോരായിരുന്നു. അതൊരു അവാർഡിന് അയക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അവാർഡ് കിട്ടിയില്ല, അത്രയേ ഉള്ളൂ സംഭവം. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ പോലെ സംഗതിക്ക് അവാർഡ് കിട്ടിയില്ല. അതിനുള്ള ഇച്ഛാഭംഗമാണ് ഇങ്ങനെ തീർക്കുന്നത്. അവാർഡിന് വേണ്ടിയിട്ടല്ലായിരുന്നു. എത്രയോ സിനിമകൾ ഇയാളുടെ ഇതിന് മുമ്പ് തന്നെ അവാർഡിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവാർഡിന് വേണ്ടിയിട്ടുള്ള ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ താങ്കൾ തന്നെ അഭിനയിച്ചിരിക്കുന്ന പടങ്ങളിൽ ബഹുഭൂരിപക്ഷവും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ 10-20 വർഷം കഴിഞ്ഞിട്ടും അഭിനയത്തിൽ തങ്ങളെക്കാൾ അതിനുശേഷം വന്നവർ പോലും വളരെ മര്യാദയ്ക്ക് അഭിനയിക്കുമ്പോൾ, നല്ല രീതിയിൽ അഭിനയിക്കുമ്പോൾ ഇപ്പോഴും ഒക്കെ വെച്ച് അഭിനയിക്കാൻ മാത്രമേ തനിക്കറിയാവൂ. തൻ്റേതായിട്ട് ഒരു അഭിനയ മികവ് കാണിച്ച ഒരു ആളുകൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട തരത്തിൽ ഒരു സിനിമ പോലും ചൂണ്ടിക്കാണിക്കാനില്ല. പിന്നെ എന്തിനാണ് ഈ കിടന്നുകൊണ്ട് വലിയ ഡയലോഗ് അടിക്കുന്നത്? താങ്കൾ തന്നെ ഈ ആടുജീവിതം എന്ന സിനിമയിൽ അഭിനയിച്ച് വെച്ചിരിക്കുന്ന ആ റോള്, അത് അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഗദ്ദാമ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഷൈൻ ടോം ചാക്കയുണ്ടല്ലോ, അയാൾ വെറും 4 സീനിലും ആ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര സുന്ദരമായിട്ട് ആ വേഷം, ഇതേ ക്യാരക്ടർ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ 4 സീനിലുള്ളൂ. ഇതിലും ഭംഗിയായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവിടെ പട്ടിണി കിടക്കേണ്ട വന്നിട്ടില്ല, മേക്ക് ഓവർ നടത്തേണ്ടതൊന്നും വന്നിട്ടില്ല. എത്ര സ്വാഭാവികമായിട്ടാണ് അത് അഭിനയിച്ചിട്ട് പോയത്. അപ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പോലും വലിയ മികവൊന്നും ഈ ആടുജീവിതത്തിന് പറയാനില്ല. പിന്നെ ആടുജീവിതം കുറച്ചെങ്കിലും കിടന്ന് ഓടിയത് അതിൻ്റെ പിന്നണിക്കാരുടെ വലിയ പേരുകൾ കൊണ്ടാണ്. അതിലൊരിക്കലും പൃഥ്വിരാജ് എന്ന് പറഞ്ഞ പേരില്ല. അത് ബ്ലെസ്സിക്കുണ്ട്, തീർച്ചയായിട്ടും എ ആർ റഹ്മാനുണ്ട്, അതേപോലെ തന്നെ റസൂൽ പൂക്കുട്ടി, ഇതുപോലുള്ള വലിയ പേരുകളാണ് അത് ഓടാൻ കാരണം. പിന്നെ ഒരുപാട് വർഷങ്ങളെടുത്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. കോവിഡ് സമയത്തൊക്കെ ഇവർ മറ്റൊരു രാജ്യത്തെ മരുഭൂമിയിൽ പെട്ടുപോയ കഥയൊക്കെ അറിയാം. പിന്നീട് സ്വാഭാവികമായിട്ടും PR വർക്കും മറ്റുമൊക്കെ നടത്തി ഇതിന് വലിയ ഹൈപ്പുണ്ടായി. പുറകിൽ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാവുന്ന നോവൽ വഴി വായിച്ചിട്ടുള്ളൊരു കഥയാണ്. അതെങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ സിനിമ കയറി കാണുകയും അത് ഹിറ്റാവുകയും ചെയ്തത്. അല്ലാതെ പൃഥ്വിരാജ് അതിനകത്ത് ഒരു മലമറിച്ചും വെച്ചിട്ടില്ല. പൃഥ്വിരാജിന് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാനായിട്ട് ആ സിനിമയിൽ ഒന്നും അയാൾ കാണിച്ചു വെച്ചിട്ടില്ല. പട്ടിണി കടന്നിട്ട് നഗ്നനായിട്ട് അഭിനയിക്കുന്നതാണോ അഭിനയം? അതൊന്നുമല്ല. ഒരു വേഷപ്രച്ഛന്നം പോലെയാണ്, ഒരു ഫാൻസി ഡ്രസ്സ് പോലെ കാണിച്ചു വെച്ചിരിക്കുന്നതാണ് സിനിമ. അല്ലാതെ പൃഥ്വിരാജിന് ഈ പറയത്തക്ക അവാർഡിന് അയക്കത്തക്ക തരത്തിലോ ആ പടത്തിന് അവാർഡ് കിട്ടാനോ വേഷത്തിന് അവാർഡ് കിട്ടാനോ മാത്രം ഒന്നും അതിനകത്തില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന പോലെ ഒരു ഡയലോഗ് മാത്രമായിപ്പോയി ഈ ഷാർജയിൽ ഇപ്പോൾ ഇയാൾ പറഞ്ഞത്. ജനങ്ങളിൽ നിന്ന് അവാർഡ് കിട്ടിക്കഴിഞ്ഞു, അല്ലാതെ 10 പേർക്ക് മാർക്കിട് വേണ്ടിയിട്ടല്ല സിനിമ പിടിക്കുന്നതൊക്കെ പറയുമ്പോൾ താങ്കൾക്ക് അതിനുള്ള കഴിവില്ല, അതുകൊണ്ട് കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. മുൻപ് സംസ്ഥാന അവാർഡും മറ്റുമൊക്കെ കിട്ടിയിരുന്ന സമയത്ത് മത്സരിക്കാൻ പറ്റിയ ആൾക്കാരില്ലായിരുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയം കൊണ്ടൊക്കെ കിട്ടിയ അവാർഡുകൾ മാത്രമാണ്. അല്ലാതെ നല്ല രീതിയിൽ ഇവിടുത്തെ മികച്ച നടന്മാരോടൊന്നും ഒരു മാറ്റുരയ്ക്കാനുള്ള അഭിനയ സിദ്ധിയൊന്നും താങ്കൾക്ക് ഇതുവരെ ഇല്ല, താങ്കൾ ഇതുവരെ ആർജിച്ചിട്ടുമില്ല. കുറേ ഡയലോഗ് അടിക്കാം എന്നല്ലാതെ ഇതുപോലെ ഈ എമ്പുരാൻ പോലുള്ള സിനിമ പിടിച്ച് കുറേ ജിഹാദി പണം നേരായോ അല്ലാതെ വഴിയോ ഒക്കെ കുറച്ച് സമാഹരിക്കാം എന്നല്ലാതെ, ഇതുപോലുള്ള ഈ രാഷ്ട്രവിരുദ്ധ സിനിമകൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കാം എന്നല്ലാതെ അഭിനയം എന്നൊക്കെ പറയാനും, അല്ലെങ്കിൽ താങ്കൾ അഭിനയിച്ച സിനിമയ്ക്ക് അവാർഡ് കിട്ടാത്തതിൻ്റെ കാരണത്തിന് ഇതുപോലെ മെഴുകുകയല്ല ചെയ്യേണ്ടത് എന്നെങ്കിലും ഇനി പൃഥ്വിരാജ് എന്ന ഈ രാജപ്പൻ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാലമൊക്കെ ഒരുപാട് മാറിപ്പോയി രാജപ്പ. പഴയ അഭ്യാസം കൊണ്ടൊന്നും ഇപ്പോൾ വന്നിട്ട് ഒരു കാര്യവുമില്ല, ചീറ്റിപ്പോകത്തേ ഉള്ളൂ.